മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു വരുന്ന മുത്തശ്ശിയും പ്രതാപനെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്തയാണ് കരുണ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് മഹാലക്ഷ്മിയെ ദേഷ്യം കൊണ്ട് സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് ഇപ്പം ജീവൻ മരണ പോരാട്ടത്തിൽ മഹാലക്ഷ്മി ഹോസ്പിറ്റലിലാണ്. സത്യങ്ങളെല്ലാം കണ്ണൻ അറിയാവുന്ന സ്ഥിതിക്ക് ഉറപ്പായിട്ടും കണ്ണൻ വെറുതെ ഇരിക്കില്ല. എന്തായാലും മകൾ ചെയ്തത് വല്ലാത്തൊരു വഞ്ചനയായി പോയി. ഇതിൻ്റെ പേര് ഇനി കണ്ണൻ തന്നെ അറസ്റ്റ് ചെയ്യിക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ മകളുടെ ജീവൻ ഞാനോ എൻ്റെ അമ്മയോ മോഹിനിയെയോ അല്ലെങ്കിൽ മഹാലക്ഷ്മിയോ വിഷമിപ്പിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മകളുടെ ജീവനായിരിക്കും ഇനി എടുക്കാൻ പോകുന്നതെന്നുള്ളൊരു താക്കീത് മുമ്പേ തന്നെ കണ്ണൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ എങ്ങാനും ചെയ്യുമോ? ആകെ കൂടിയുള്ളത് ഒരേ ഒരു മകളാണ്. അവളുടെ സന്തോഷം കാണാൻ വേണ്ടി ഓരോന്നും കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പോൾ വല്ലാത്ത സങ്കടത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊക്കെയുള്ള ആദി പ്രതാപനെ അലട്ടുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ അല്പം ദേഷ്യത്തോടെ തന്നെ കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഈ മണ്ടത്തരമൊക്കെ കാണിച്ചു വെച്ചത്? നീ ആ മഹിയെ തള്ളിയിടുന്നുള്ള കാര്യം ആരെങ്കിലും കണ്ടിരുന്നോ? കണ്ടു, ആ മഞ്ജു കണ്ടായിരുന്നു. എങ്കിൽ തീർന്ന്. എന്തായാലും അവൻ ഇനി വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവനുള്ള സത്യങ്ങളെല്ലാം മിക്കവാറും ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കും. അതോടെ നിന്റെ ജീവിതം എന്താകും? മാത്രമല്ല എന്നെയും മുത്തശ്ശിയെയും ജയിലിൽ കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ ചെയ്യും. അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ പേര് ദിവസവും എനിക്ക് കിടന്ന് അനുഭവിക്കാൻ പറ്റില്ല. ഇപ്പം മഞ്ജുവിനെയും കൂടി കൂട്ടിക്കൊണ്ട് വന്ന് എല്ലാവർക്കും ഉള്ള വേലക്കാരിയായിട്ട് എനിക്ക് ആ വീട്ടിൽ തുടരാൻ പറ്റില്ല. അതിൻ്റെ പേര് ഇനി ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. അതിന് വേണ്ടിയിട്ടാണോ മോളെ നിൻ്റെ സന്തോഷം കാണാനും നീ ഒരു മഹാറാണിയായിട്ട് വാഴുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ കമലേശ്വരം തറവാട്ടിൽ ഉണ്ണിയും കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്? അത് അച്ഛൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിപ്പോയി. സ്വത്തും പണവും ഇല്ലാത്ത അയാളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് എല്ലാ സൗഭാഗ്യവും മഹാലക്ഷ്മിക്ക് അച്ഛനായിട്ട് തന്നെയല്ലേ ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഒരേ ഒരു നേട്ടേ ഉള്ളൂ, അയാൾക്ക് നടക്കാൻ പറ്റില്ല. ഈ പോക്ക് പോകുവാണെങ്കിൽ അയാൾ നടന്നാൽ പോലും അതിശയമില്ല. അതെല്ലാം കണ്ട് നീറി നീറി അവിടെ ജീവിക്കുന്നതിലും ഭേദം ജയിലാ. അച്ഛനും മുത്തശ്ശിയും കൂടെ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ഇപ്പോൾ അമ്മയുടെ വക എന്നെ ഒരുപാട് തല്ലി. മോളെ തല്ലിയെന്നോ? മോഹിനി നിന്നെ തല്ലിയോ എന്ന് മുത്തശ്ശി വീണ്ടും ചോദിക്കുന്ന സമയത്ത് കരുണ പറയുന്നത്, ദേ കണ്ടില്ലേ, എൻ്റെ മുഖം കണ്ടാൽ അറിയില്ലേ എന്നെ അമ്മ പൊതിരെ തല്ലി എന്ന് പറയുന്നത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം വന്ന് മോഹിനിയോട് ചോദിക്കാൻ പോകുന്ന സമയത്ത് പ്രതാപൻ പറയുന്നു, വേണ്ട, ഒന്നാമത് കണ്ണനും അനന്തവും ലേഖയും മാർക്കോയൊക്കെ കലി പിടിച്ചിരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഇനി മോഹിനിയും കൂടി വിഷമിപ്പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. തൽക്കാലം വിട്ടുകളയുന്നതാണ് നല്ലത്. എങ്ങനെയെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കാം. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നീ ആ വാമദേവനെങ്ങാണൊന്ന് വിളിച്ചു പോയിര്. ഹോസ്പിറ്റലിൽ അവൾ ചത്തോ ജീവിച്ചോ എന്ന്. അവളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അത് മുത്തശ്ശി പറഞ്ഞ സത്യമാണ്. ഞാനൊന്ന് വാമേട്ടനെ വിളിച്ച് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് വാമേട്ടനെ വന്ന് വിളിക്കുന്ന സമയത്ത് പ്രതാപൻ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. അതായത് കരുണമോൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. നിരന്തരം മഹാലക്ഷ്മിയുടെ ശല്യം സഹിക്കവയ്യാഞ്ഞ് അവൾ സ്റ്റെപ്പിൽ നിന്ന് മഹിയെ താഴേക്ക് തള്ളിയിട്ടു. എന്നാലും കരുണമോൾ കാണിച്ചതൊരു വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. വല്ല എണ്ണയെങ്ങാനും ഒഴിച്ച് അവളാ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യാതെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് മഹിക്കും അതുപോലെ മഞ്ജുവും കണ്ടിട്ടുണ്ട്. അവൾ കാരണം മഹി താഴെ വീണേന്ന്. ഇനി ആ സത്യം കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. എല്ലാവരും കൂടി അഴിയെണ്ണാൻ തയ്യാറായിക്കോ. താനൊന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് തിരക്കടോ, അവൾക്കും കുഞ്ഞിനും ഇപ്പം എങ്ങനെയുണ്ടെന്ന് എന്ന് പറയുമ്പം ശരിയെന്ന് പറഞ്ഞ് വാമദേവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നടന്ന കാര്യങ്ങളെല്ലാം ദുർഗയാണെങ്കിൽ ഉണ്ണി അറിയിക്കുന്നുണ്ട്. സഹിക്കുന്നതിൻ്റെ അപ്പുറം സഹിച്ചതിന് ശേഷം മോളെടുത്ത തീരുമാനം. നീ അവളെ കുറ്റപ്പെടുത്താനൊന്നും പോണ്ടെന്ന് ദുർഗ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പേര് ഇനി അയാളും അവരും കൂടി നമ്മളെ എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്നാണ് എൻ്റെ പേടി. അറിയാലോ, ഈ കാണുന്നതിലൊന്നും നമുക്ക് ആർക്കും ഒരു അവകാശവും ഇല്ല. ജോലി നഷ്ടമായെങ്കിലും കൃത്യമായിട്ട് ശമ്പളം അക്കൗണ്ടിൽ കയറുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഇനി അതും കൂടി നിലച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്. നിനക്ക് ആ ഒരു ടെൻഷനേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് കരുണമോളെ ഇനി ആ കണ്ണൻ ഈ വീട്ടിലേക്ക് കയറ്റുമോ എന്നുള്ള കാര്യത്തിലാണ് പേടി. മഹിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിൻ്റെ ഭാര്യയായിട്ട് അവൾ ഇവിടെ ഈ വീട്ടിൽ താമസിക്കാൻ കണ്ണ അനുവദിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതാ പറഞ്ഞ് എല്ലാവരും കൂടി കെട്ടും പാണ്ടവും എടുത്ത് ഇവിടുന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. കരുണയുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവളുടെ വായിരിക്കുന്ന ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. അതിനേക്കായി നല്ലത് വല്ല കടത്തിണ്ണിങ്ങാണാ എന്ന് ഉണ്ണിയാണെങ്കിൽ കളിയാക്കി പറയുന്നു. നിനക്കിപ്പോഴും കുഞ്ഞിനോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലയോ എന്നും പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ഉണ്ണിയെ ശകാരിക്കുന്നുണ്ട്. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ മഹിയോ അല്ലെങ്കിൽ കുഞ്ഞിനെയോ ആരെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാൻ തങ്ങളെ കൊണ്ട് പറ്റുള്ളൂ എന്ന് എലിസബത്ത് ഡോക്ടർ തോമസ് സാറിനോട് അറിഞ്ഞതിന് ശേഷം മുതൽ കണ്ണനാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. അങ്ങനെ സിദ്ധയായ അമ്മയെ കാണാനും ആ ഒരു മനസ്സിലെ സങ്കടമൊക്കെ ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെക്കാനായിട്ട് കണ്ണനാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. മനസ്സുരുകി
പ്രാർത്ഥിക്കുവാണ്. തനിക്കൊരു തെറ്റു പറ്റിപ്പോയി, അവളെ നന്നാക്കാനുള്ള തിടുക്കത്തിനിടയ്ക്ക് തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇങ്ങനൊരു ആപത്ത് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ചുറ്റിലും ബന്ധുക്കളായിട്ടുള്ള ശത്രുക്കൾ. അവർ ഏതു സമയം നമ്മളെ ആക്രമിക്കുമെന്ന് ചിന്തിച്ച് കഴിയേണ്ടതായിരുന്നു. ലേഖ എന്നെ ഒരുപാട് വിലക്കിയതാ, ഗർഭിണിയായിട്ടുള്ള മഹാലക്ഷ്മിയെ പ്രസവം കഴിയുന്നതുവരെ കമലേശ്വരത്ത് കൊണ്ടുവന്ന് നിർത്തണ്ടെന്ന്. അതൊന്നും കേൾക്കാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ശിക്ഷ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞിനും മഹിക്ക് യാതൊരു ആപത്ത് സംഭവിക്കരുതെന്ന് പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന സമയത്ത് സിദ്ധിയായ അമ്മ കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു. കണ്ണന് സമാധാനിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി ആ അമ്മ പറഞ്ഞു കൊടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.